ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന ആ പെൺകുട്ടി ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാള് ഭയങ്കര അഫെയർ ആയിരുന്നു. അത് ഹായ്, അപ്പം സജന ഫിറോസ് ഇഷ്യൂസ് ഇത് വേറൊരു യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിറോസ് ഖാൻ എവിടെയും തൊടാതെ ആരും ഒരാളെ തൊട്ടും തൊടിച്ചും ഒക്കെ സംസാരിച്ച് വീഡിയോ പലപ്പോഴായിട്ട് ചെയ്യുകയുണ്ടായി. സജനയ്ക്ക് അത് ട്രിഗർ ആവുകയും പിന്നെ അങ്ങനെ ചെയ്തൊരു വീഡിയോ എങ്ങാണ്ടുമാണ് ഇത് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. ഒത്തിരി പേര് അത് എടുത്ത് വെച്ച് യൂട്യൂബിലും മറ്റുമായിട്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ കിട്ടുന്നത്. ഇതിൽ സജന ഫിറോസ് ഖാനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ പലതും പറയുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ ഷിയാസ് കരീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീ. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് പരാതി കൊടുത്ത സ്ത്രീയാണോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ആ സ്ത്രീയുമായിട്ട് ഇയാൾക്കും ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ പറയപ്പെടുന്നുണ്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നത്. ആ ഒരു ബിഗ് ബോസ് മണിക്കൂട്ടൻ്റെ ആ ഒരു ബിഗ് ബോസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തെ എങ്ങനെ നടന്ന ആളുകളാണ് എന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ടും സുഹൃത്ത് ബന്ധം നിലനിർത്തുകയും അങ്ങനെ ഓൺലൈൻ മീഡിയാസിനൊക്കെ ബൈറ്റ്സ് കൊടുക്കുകയും അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂസിനോ ഷോസിലോ ഒക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പം 2 ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സജന പറയുന്ന കാര്യങ്ങളാവട്ടെ ഒത്തിരി ഗുരുതരമായ ആരോപണമുള്ള കാര്യങ്ങളാണ്. പോക്സോ വരെ പുള്ളിക്കാരി എടുത്ത് പറയുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി 17 വയസ്സെന്ന് പറയുന്ന സമയത്ത് അറിയാം പ്രായപൂർത്തിയായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ പുള്ളിക്കാരി പറയുന്നുണ്ട്. എത്രമാത്രം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്രയും വലിയൊരു ആരോപണം വന്നിരുന്ന് പറയുന്നത് എന്ന് അറിയത്തില്ല. 2 കാര്യങ്ങളാണ്. വായെ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ട് പേടിച്ച് ഡിലീറ്റ് ചെയ്തതാണോ എന്നതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല വീഡിയോ. അതല്ലാന്നുണ്ടെങ്കിൽ താനിത് വെളിപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ബോധം പെട്ടെന്ന് വന്ന ഒരു സ്വബോധം കൊണ്ട് ഡിലീറ്റ് ചെയ്തതാണോ വീഡിയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഇതിൽ 2-3 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അയാളുടെ അഫെയറിനെ കുറിച്ച് മറ്റും പറയുന്നുണ്ട്. ഈ സജനയ്ക്ക് മറ്റാരൊക്കെ ആയിട്ട് എന്തൊക്കെ ഇടപാടുള്ള രീതിയിലൊക്കെയാണ് ഈ ഫിറോസ് ഖാൻ അയാളുടെ സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ബിഗ് ബോസുള്ള സമയത്ത് അവർ ആ ഒരു ഷോക്കകത്ത് ഒത്തിരി വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാൽ പടിയിറക്കി വിട്ടെങ്കിലും ശേഷം വലിയ കുഴപ്പമില്ലാണ്ട് പോയ 2 ആൾക്കാരാണ്. സ്വന്തം കൊച്ചിന് പോലും ചെലവിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇയാൾക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ. എന്താണെങ്കിൽ നമുക്ക് വീഡിയോയ്ക്കകത്തോട്ട് പോകാം. എന്നിട്ട് പോലും ഇവൻ വീണ്ടും ഈ ആക്ഷൻ വീഡിയോ കാണിച്ചു. ആക്ഷൻ വീഡിയോ ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ. ഞാൻ ആക്ഷൻ അല്ല കാണിച്ചത്, ഞാൻ നിയമത്തിനാണോ പോയേക്കുന്നത്. എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിനോട് പോകത്തില്ല. എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇതുപോലെ ഒരു കാര്യത്തിൽ എടുത്തില്ല. ഇനി എന്തോ ആയിക്കോട്ടെ, ഇയാൾ ആദ്യത്തെ ഭാര്യയെ വിളിച്ചിട്ട് ഇന്നലെ പുള്ളിക്കാരിയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ വന്നു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂടി, ഞാൻ അങ്ങനെ പറയൂടി, നീ അങ്ങനെ ചെയ്തെന്ന് പറയൂടി, നീ ഏതവനോടെ പോയിന്ന് പറയൂടി. ഇതേ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇട്ട് ഇയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതി. അവർക്ക് പേടിയാണ്. കാരണം മീഡിയയിൽ വന്ന് ഇയാൾ പറയുമ്പം ആൾക്കാർ അതേ വിശ്വസിക്കത്തുള്ളൂ. അവർക്ക് മീഡിയയിൽ വന്ന് മീഡിയ പേഴ്സണായിട്ട് വന്ന് സംസാരിക്കാൻ അവരുടെ ഫാമിലി അങ്ങനെയാണ്. അവർ അത്രയും റിപ്പോർട്ടർ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് 200 150 പവൻ അവർക്ക് മിസ്സായിട്ടും അവർ സഹിയായിട്ട് നിൽക്കുക. കുഞ്ഞിനെ പോലും ഒരു ചെലവിന് കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കടന്ന് പീഡനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. പക്ഷെ ഈ തെണ്ടികളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണെന്ന് വളർത്തുന്നത്. കൊച്ചുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മക്കളുടെ കാര്യത്തിലൊന്നും അയാൾ തീരെ ശ്രദ്ധിക്കുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല, അയാൾ അയാളുടേതായ ലോകത്താണ് എന്നൊക്കെയാണ് പറയപ്പെടുന്ന ആരോപണങ്ങൾ. അച്ഛൻ ആയിക്കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മക്കൾ കൂടെ ഇല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അച്ഛൻ എന്ന നിലയിൽ ഏതൊരാളും ബാധ്യസ്ഥനാണ്. അതുവരെ അയാൾ കടമ മറക്കുന്നുണ്ട്. അതൊരു പരാതിയായി 2 സ്ത്രീകൾ വന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്തൊരു പാഴാണ്. അധ്വാനിച്ചാണ് നോക്കുന്നത്. ഈ ഞങ്ങളെ കിടന്ന് എന്തിനാണ് ഈ തെണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ അതുപോലെ തന്നെ
ഓക്കെ, അപ്പോൾ ആ പേര് പുള്ളിക്കാരി പറയത്തില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും. ആ കുട്ടി ചെറിയ കുട്ടിയാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാനുള്ളതാണ്, തെറ്റുപറ്റിപ്പോയതാണ് എന്നൊക്കെ അത്ര റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ആയിരിക്കാം. പിന്നെ ലീഗൽ വശങ്ങളും അറിയാമല്ലോ, ആ കുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പുറത്ത് പറയാനും പാടില്ലാത്തതാണ്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോലീസ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. ഫിറോസിൻ്റെ കാര്യം തീരുമാനമാക്കണം. കാരണം 17 വയസ്സിലൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ മകളുടെ പ്രായം. പക്ഷേ ഈ മകളുടെ പ്രായമാണെങ്കിലും ഇത്രയും പ്രായമുള്ള ഒരാളെ പ്രേമിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ബോധമില്ലേ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രായം കൊണ്ട് മാത്രം ചെറുതായിട്ട് കാര്യമില്ല, ബുദ്ധി കൊണ്ടും കൂടെ ചെറുതാണെങ്കിൽ അത് നമുക്ക് കുട്ടിയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റേ പ്രായം കൊണ്ട് ചെറുതും പക്വത കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആലോചന കൊണ്ടും 30-35 വയസ്സ് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്താണ് പറയുക? നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. 17 വയസ്സിലൊരു പെൺകുട്ടി ഇത്രയും പ്രായമുള്ള ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു, അയാൾ വിളിക്കുന്ന സമയത്ത് അയാളുടെ കൂടെ പോകുന്നു, അവിടെ വെച്ച് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിൽ വഴങ്ങി കൊടുക്കുന്നു, ശേഷം അത് പുറമെ വേറെ ഒരാളോട് സ്വന്തം വീട്ടിലെ മാതാപിതാക്കളോടോ മറ്റാരോടോ പറയാതെ ഒരു കേസ് പോലും കൊടുക്കാതെ അങ്ങനെ കിട്ടിയതും ഇങ്ങനെ വാങ്ങി വെച്ച് അവിടെ കുത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം മോശമായ കാര്യമാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുറകോട്ട് പോകുന്നത് കൊണ്ടല്ലേ കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കപ്പെടാനും ഇങ്ങനെ പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് മുമ്പോട്ട് വരാനുള്ള തടസ്സങ്ങൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ പോലുള്ള കുട്ടികളല്ലേ ബോൾഡാവുന്നത്. 17-ാം വയസ്സിൽ ഇങ്ങനൊരു സാധനം അബദ്ധവശാൽ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്ര വയസ്സുണ്ട്, അയാളുടെ മകളുടെ പ്രായമാണ്, ആ കുട്ടിയോട് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യരുതെന്ന് അയാൾക്കൊരു സാമാന്യ ബോധം വേണ്ടേ? അത് അയാൾ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ശരിയായ രീതിയിൽ ലീഗലി മൂവ് ചെയ്യണ്ടേ? അതുപോലും ചെയ്യാതെ ഇനി ഇത് പുറത്ത് പറയരുതെന്നും പറഞ്ഞ് സജനയോട് കാല് പിടിച്ചിട്ട് എന്താണ് കാര്യം? സജന ഭയങ്കര വെപ്രളത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. കൈ നിട്ട് പറയുന്നതെന്നൊക്കെ പല ആൾക്കാർക്ക് തോന്നും. പക്ഷേ തെളിവ് ഒന്നുമില്ലാണ്ട് ഒരാൾക്കെതിരെ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം ഒരു വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് ഇത്രയും മീഡിയാസും ഇത്രയും ജനങ്ങളും കാണുക വിളിച്ച് പറയുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും കഴമ്പ് കാണാം. അതല്ലാണ്ട് ഒരാളെ കുറിച്ച് വെറുതെ ഒരു 17 വയസ്സുള്ള പെൺകുട്ടിനെ ഇയാൾ അവിടെ കൊണ്ടുവച്ച് അങ്ങനെ ചെയ്തു, ആ പെൺകുട്ടിനോട് നേരിട്ട് വന്ന് കൈകൂപ്പി അങ്ങനെ പറഞ്ഞൊന്നും ഒരു വ്യക്തിയും ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവർ ആൻസർ കൊടുക്കണം. എന്തിന് ഇങ്ങനെ ഒരു അനാവശ്യം വളരെ മോശമായ കാര്യം പറഞ്ഞെന്ന് പറയുമ്പോൾ സജന കുടുങ്ങും. അപ്പോൾ അത് കുടുങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവണമല്ലോ. ഇനിയിപ്പോൾ ഇത് വെപ്രാളപ്പെട്ട് പറയുന്നതാണെങ്കിൽ ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവന് അവള് യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം, എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയണം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് ഏത് വരും. വേറൊരു കാര്യം പറയുന്നത്, എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അവിടെ പോയി അടിച്ച് പൊളിച്ച് കഞ്ചാവ് അടിച്ച് അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ വേറൊരു സ്ത്രീനെ വെച്ച് ആരോപണം പറയുന്നുണ്ട്. ആ സ്ത്രീക്ക് ഈ സ്ത്രീ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സജന എന്ന് പറയുന്ന സ്ത്രീ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള റിപ്ലൈസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേരും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിലൊരു ഭീഷണിയുടെ സ്വരം ഇല്ലേ സജന? എന്തൊക്കെയാണെങ്കിലും ഇവരേതൊക്കെയോ രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. ജീവിതം കുളം തോണ്ടി പോയതിൻ്റെ ഫിറോസ് വഴി സ്വന്തം ജീവിതം നശിച്ചതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്ന് അറിയുമ്പം ഇയാൾ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെന്നണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി, അങ്ങനെ കുറേ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ട് ഷിയാസിൻ്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ആ പുള്ളിക്കാരിയും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കിൻഡൽ പെണ്ണുങ്ങളുമായിട്ട് ഇയാൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാൾ ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങൾ മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. അപ്പോൾ സജനയ്ക്ക് ഫിറോസ് ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പരാതി. ഒത്തിരി പെണ്ണുങ്ങൾ, ഒരു കിൻഡൽ സ്ത്രീകൾ ഇയാളുടെ ലിസ്റ്റിലുണ്ട്, അവരൊക്കെ ഉപയോഗിച്ചിട്ട് ഇയാൾ ഒഴിവാക്കി കളയാണ് എന്നുള്ളതും മറ്റൊരു ആരോപണമാണ്. എന്താണ് ഫിറോസ്, ഒരു മയൊക്കെ വേണ്ടേ? താൻ ആരാണ്? പിന്നെ ഇവരുടെ ഫസ്റ്റത്തെ ഭാര്യ, അവരുടെ പേരും കാര്യങ്ങളും അനാവശ്യമായിട്ട് ഇതിലോട്ട് വരരുത്. അവർക്ക് ഫിറോസിനെ പേടിയാണ്, ഇങ്ങനെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ കുടുംബത്തിനെയും അവരുടെ സ്വസ്ഥമായ ജീവിതത്തിനെയും ബാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം സജന പറയുന്നുണ്ട്. കാരണം അവർ കുറച്ച് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ത്രീ, കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കോൺട്രവേഴ്സി ആയിട്ട് ചിത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റോ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേരും കാര്യങ്ങളും അതിനകത്തോട്ട് സജന വലിച്ചിടുന്നില്ല. വളരെ നല്ല കാര്യം. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീൻ്റെ ഇമോഷൻസ് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് പോലെ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഭർത്താവ് ഇത്രയും വലിയൊരു കോഴിയും ലോലനുമായ സ്ഥിതിക്ക് ഈ സ്ത്രീ അയാളിൽ നിന്ന് മാറി താമസിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? അതാണോ ഇയാൾ ഈ സ്ത്രീയിൽ കാണുന്ന തെറ്റെന്ന് അറിയത്തില്ല. ഇവരെന്തോ വലിയ മഹാപാപം ചെയ്ത പോലെയാണ് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ അയാളുടെ അർത്ഥവും മോനയും വെച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.
ഇതിലെ ഏറ്റവും വലിയ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയായിട്ട് ഇയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ആ കുട്ടീനെ ഉപയോഗിച്ചു. ശേഷം സജനേൻ്റെ അടുത്ത് സ്വന്തം പേരോ കാര്യങ്ങളോ വെളിപ്പെടുത്തരുത്, എന്നെ ഇതിലോട്ട് വലിച്ചഴക്കരുത് എന്ന് ആ കുട്ടി റിക്വസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഫിറോസ് ഖാൻ്റെ കട്ടും പടവും മടങ്ങും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്തേക്കാം. മറ്റൊരു ബൈ.